ഹായ് എവരി വൺ, ദിസ് ഈസ് റാഷേദ് ഫ്രം മോട്ടീവ്സ് അക്കാഡമി ചെറുപ്പശ്ശേരി. ഈ ക്ലാസ്സിൽ നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ടെംപ്ലേറ്റ് ലിറ്ററൽസ് കൊണ്ട് നമുക്കെന്താണ് പ്രോഗ്രാമിങ്ങിൽ ഉടനീളം ഒരുപാട് യൂസസുകൾ വരുന്നുണ്ട്. ആ യൂസസുകൾ എന്താണെന്നുള്ളത് ഒരു 2 ക്ലാസ്സും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു ചെറിയൊരു പ്രൊജക്റ്റ് ചെയ്യും, ചെറിയൊരു ടാസ്ക് ചെയ്യും. ആ ടാസ്കിൽ നമ്മളിപ്പോൾ കവർ ചെയ്ത അല്ലെങ്കിൽ അടുത്ത 2 ക്ലാസ്സുകളിലും നമ്മൾ എടുക്കുന്ന ആ ഒരു സംഭവം കൂടിയും ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും ആ ടാസ്ക് ഉണ്ടാകുക. ആ ടാസ്കിൽ നമ്മളെന്താണ് ഈ ടെംപ്ലേറ്റ് ലിറ്ററൽസ് ഒക്കെ എവിടെയാണ് നമുക്ക് യൂസ്ഫുൾ ആകുക, എങ്ങനെയാണ്, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ നമുക്കിപ്പോൾ എന്താണ് ടെംപ്ലേറ്റ് ലിറ്ററൽസിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെംപ്ലേറ്റ് ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ES6 ഒരു പുതിയൊരു ഫീച്ചറാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കോൺസ്റ്റ് വാല്യൂ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു. കോൺസ്റ്റ് വാല്യൂ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു. ഇനി നമ്മൾ സാധാരണ രീതിയിൽ നമ്മളതിനെ കൺസോൾ ചെയ്യുമ്പോൾ കൺസോൾ ഡോട്ട് ലോഗ് നമ്മളെന്താണ് ചെയ്യാറ്, മൈ സ്ട്രിങ് my value is നമ്മളെന്താണ് ഇങ്ങനെ കൊടുത്തു മൈ വാല്യൂ ടു ഗെറ്റ് ദിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഞാൻ കോഡ് റൺ ചെയ്തു. സോ മൈ വാല്യൂ ടു ഗെറ്റ് ദിസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഒരു കോമ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, ഇവിടെ ഔട്ട്പുട്ടിന് നമുക്ക് വരുത്താൻ വേണ്ടി പറ്റി. ഇനി എന്താണ് ഇവിടെ നമുക്കൊരു കോമയും കൂടി ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാണ്. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലിട്ട് ജസ്റ്റ് എന്ത് പറഞ്ഞു, ടു ഗെറ്റ് അവർ ഔട്ട്പുട്ട് ഈസ് ജസ്റ്റ് ഒരു സ്ട്രിങ് കൊടുത്തു. നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാനിവിടെ വന്ന് കൺട്രോളെ ഇപ്പോൾ ഉണ്ടോ മൈ വാല്യൂ ടു ഗെറ്റ് ഈസ് 10 ടു ഗെറ്റ് അവർ ഔട്ട്പുട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്ട്രിങ് ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്, ടു ഗെറ്റ് അവർ ഔട്ട്പുട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ നമ്മളെന്താണ് ഇവിടെ ഒരു 2 കോമ കൊടുത്തു, അതിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കോമ കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്ലസ് കൊടുത്തിട്ടൊക്കെ നമ്മൾക്ക് കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോൺകാറ്റിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനെ ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ കോൺകാറ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 2-3 സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ട്രിങ് ഇട്ടിട്ടുണ്ട് അല്ലേ. ഇനി എന്താണ് ഒരൊറ്റ സ്ഥലത്ത് നമ്മൾ എന്തിട്ടാൽ മതി, സ്ട്രിങ് ഇട്ടാൽ മതി. അതിനെന്താണ് നമുക്ക് വേണ്ടത്, നമ്മളുടെ കീബോർഡിലെ ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിനെ ബാക്ക്ടിക്സ് എന്ന് പറയും. ഈ ഒരു ബാക്ക്ടിക്സ് ആണ് നമുക്ക് വേണ്ടത്. ഇതിനെ നമുക്ക് ടാബിൻ്റെ മുകളിൽ കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ബാക്ക്ടിക്സിന് നമ്മൾ അവിടെ ഇട്ട് കൊടുക്കണം, നമ്മളുടെ സ്ട്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ് പൊസിഷനിലും ഇട്ട് കൊടുത്തു. എൻഡിങ് പൊസിഷനിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മളിവിടെ എന്താണ് കോമ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ കോമക്ക് പകരം നമുക്ക് എന്താണ് വാല്യൂ ആണ് നമുക്ക് വരേണ്ടത്. ഏത് വാല്യൂ, ഈ വാല്യൂ ആണ് വരേണ്ടത്. ഈ വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് നമ്മൾ ഈ ഒരു സിൻടാക്സ് ഫോളോ ചെയ്യണം. ഈ ഒരു സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $സൈൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് പറയുകയാണ്, വാല്യൂ പ്രിൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. സോ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താണ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്താണ് മൈ വാല്യൂ ടു ഗെറ്റ് 10 വാല്യൂ ടു ഗെറ്റ് അവർ ഔട്ട്പുട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റി. ഇതിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇപ്പം ഞാനിപ്പോൾ സിംഗിൾ ലൈനിലാണ് കൊടുക്കുന്നത്. സിംഗിൾ ലൈൻ കൊടുക്കുമ്പോൾ നമുക്കെന്താണ് ഇപ്പോൾ അത് കാണിച്ചിട്ടുള്ളത് സിംഗിൾ ലൈനിൽ തന്നെയാണ് ആ ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കെന്താണ് ഇവിടെ വെച്ചിട്ട് തന്നെ അതിനെ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ /n പോലുള്ള HTML ടാഗുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യണം നെക്സ്റ്റ് ലൈനിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്താൽ മതി, നമ്മൾ എൻ്റർ പ്രസ് ചെയ്താൽ തന്നെ ടെംപ്ലേറ്റ് ലിറ്ററൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ
നമുക്കെന്താണ് ഏത് രീതിയിലാണോ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, എൻ്റർ ചെയ്തിട്ടാണോ ടൈപ്പ് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നമ്മളുടെ ഔട്ട്പുട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ എന്താണ് നമ്മളുടെ ആ സ്പേസും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇതിനെ കാണാൻ വേണ്ടി പറ്റും. അതിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടി സ്ട്രിങ് ആൻഡ് സ്ട്രിങ് ഇൻ്റർപൊലേഷൻ എന്നും കൂടി നമ്മൾ എന്താണ് ES6 ഫീച്ചറിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ ഓക്കെ, ഈ 2 പോയിന്റ് മാത്രമല്ല, ഇനി എന്താണ് യൂസിങ് ആസ് എ ടെംപ്ലേറ്റ്സ്. ഇതിനെ നമുക്ക് ടെംപ്ലേറ്റ് ആയിട്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെയെന്നുള്ളത് നോക്കാം. സോ അതിനുവേണ്ടി ഞാൻ എന്താണ് ടെംപ്ലേറ്റ് literal.html എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പേജിൽ നമ്മളെന്താണ് നമ്മളുടെ HTML ടാഗിനെ ഞാൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസ് പഠിച്ചവർക്ക് ഇത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലാത്തുള്ളവർ HTMLൻ്റെ ബേസ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ട് വരിക. നിങ്ങൾ കാണുമ്പോഴൊക്കെ അത് അപ്ലോഡ് ആയിട്ടുണ്ടാവും, ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക് ക്ലാസ്സുകൾ. ഓക്കെ, സോ നമ്മളെന്ത് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ HTML ഒരു ഹെഡറിന് ഒരു ID കൊടുത്തിട്ടുണ്ട്, ഹെഡർ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മളെന്താ പറയുന്നത്, ഈ ഡോക്യുമെൻറ്റിലുള്ള ഹെഡർ എന്ന് പേരായിട്ടുള്ള IDനെ എന്ത് ചെയ്യണം, ഗെറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഇന്നർ HTML എന്ന് പറയുന്നത് എവിടെയാണ്, ഈ ഒരു പോർഷനെയാണ് ഇതിൻ്റെ ഇന്നർ HTML എന്ന് പറയുക. ഈ ഹെഡർ എന്ന് ID ആയിട്ടുള്ള ഈ ഒരു എലമെൻറ്റിൻ്റെ ഇന്നർ HTML എന്ന് പറയുന്നത് ഈ ഒരു പോർഷനെയാണ്. ആ പോർഷനിൽ എന്ത് വരണം, കണ്ടോ അവിടെ ടെംപ്ലേറ്റ് ലിറ്ററൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെൽക്കം എന്ന് പറഞ്ഞിട്ട് കോമ ഇട്ടിട്ട് നെയിം വേണം, ടൈറ്റിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നെയിമും ടൈറ്റിലും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ജോൺ എന്ന് പറഞ്ഞിട്ടും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടും. ഓക്കെ, ഇത് രണ്ടും എവിടെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഈ ഹെഡറിൻ്റെ ഉള്ളിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ HTMLൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ HTMLനെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഡോമിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡോം മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്യുന്നത്. ആ ടെംപ്ലേറ്റ് ലിറ്ററൽസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വേരിയബിൾസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ മുന്നേ നോക്കിയ രീതിയിൽ നമുക്ക് അതിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ അങ്ങനെ റൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല, നമുക്കിതിൻ്റെ HTML പോയിട്ട് ഫയലിനെ ഓപ്പൺ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗോ ടു ഡെഫിനിഷൻ, നമ്മളുടെ ഈ മുന്നേ ജാവാസ്ക്രിപ്റ്റ് ഫയലായിരുന്നു, ഇപ്പോൾ എന്താണ് നമ്മളത് HTML ആണ്. സോ റൺ കോഡ് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. റൺ കോഡ് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ HTML ബ്രൗസറിലാണ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ആകുക. അപ്പോൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് അടിക്കുക. റൈറ്റ് ക്ലിക്ക് അടിച്ചതിന് ശേഷം നമുക്ക് ഇവിടെ എന്താണ് റൺ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് കാണാൻ വേണ്ടി പറ്റും. ഈ ലൈവ് സെർവറിൽ കൊടുത്തു കഴിഞ്ഞാൽ ലൈവ് സെർവർ ഓൺ ആയിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അതെന്ത് ചെയ്തിട്ടുണ്ട്, വെൽക്കം ജോൺ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇവിടെ പ്രിൻ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റി. സോ ഗൈസ്, ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ ടെംപ്ലേറ്റ് ലിറ്ററൽസ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളെന്താണ് അടുത്ത ക്ലാസ്സിൽ നമ്മളെന്താണ് നോക്കാൻ പോകുന്നത്, അടുത്ത ക്ലാസ്സിൽ നമ്മളെന്താണ് ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളത് നമ്മളെന്താണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഡിഫോൾട്ട് പാരാമീറ്റേഴ്സും റെസ്റ്റ് ഓപ്പറേറ്ററും സ്പ്രെഡ് ഓപ്പറേറ്ററും കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു അസൈൻമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സംഭവങ്ങൾ ടെംപ്ലേറ്റ് ലിറ്ററൽസും ഇതുവരെ പഠിച്ചിട്ടുള്ള സംഭവങ്ങളും സ്പ്രെഡ് ഓപ്പറേറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു അസൈൻമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ്, കീപ് വാച്ചിങ്, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.